ഈ കുഞ്ഞിന്റെ ശരിക്കുള്ള അമ്മയാകുവാൻ സീതയ്ക്ക് മാത്രമേ അർഹതയുള്ളൂ. ആയതിനാൽ സിഹിയെ സീതയുടെയും രാമന്റെയും കൂടെ വിടുന്നു. ചേച്ചി ചായ. താങ്ക്സ് സാധന. ഗുഡ് മോർണിംഗ് ക്യൂട്ടേച്ചി. ഗുഡ് മോർണിംഗ് ബഡ്ഡി ബംഗാരി അമ്മാൻഡി. ഗുഡ് മോർണിംഗ് സിഹിക്കുട്ടാ. ഗുഡ് മോർണിംഗ് സിഹി. അയ്യോ, 3 പേരും ഇങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ടിട്ട് എത്ര ദിവസമായി. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കണം, എന്നാലേ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാവും, അല്ലേ ചേച്ചി? ആ അതെ അതെ. നമ്മുടെ സിഹിമോള് എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തിയതല്ലേ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ 3 പേർക്കും ആരുടെ ദൃഷ്ടിയും പെടരുത്. ഇതുകൊണ്ട് മാത്രം ദൃഷ്ടി പോകുമെന്ന് തോന്നുന്നില്ല. ആരതി ഒഴിഞ്ഞ് ദൃഷ്ടി എടുക്കണം. അത് വെറുതെ പറഞ്ഞാ മാത്രം മതിയോ സാധന? നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ മേല് പതിഞ്ഞ ദുഷ്ടദൃഷ്ടിയെല്ലാം ആരതി എടുത്തു വേണ്ട കളയാൻ. പോയി എടുത്തോണ്ട് വാ. അമ്മ എന്തിനിപ്പ അതൊക്കെ? സീതേ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആരതി എടുത്തോണ്ട് വരാം. അപ്പൂ, നീ സീതയും സിഹിയും വിളിച്ച് വാതിലിന്റെ അടുത്ത് പോയി നിൽക്ക്. ദുഷ്ടദൃഷ്ടി ഉണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് പുറത്തു പോട്ടെ. എന്താ ഇതൊക്കെ? അപ്പൂ, നീ പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഓക്കേ, വാ വാ. സാധന, വേഗം വാ. സാധന, ശ്രദ്ധിച്ചു വേണ്ട വരാൻ. സോറി ചേച്ചി, സാരി കുടുങ്ങിപ്പോയി. ആരതി പാത്രം ഇങ്ങനെ വീഴാൻ പാടില്ലെന്നാ. ഇങ്ങനെ ആയ അപശകുനാണെന്നാ പറയാറ്. അപകർഷണ അല്ല മോളെ, അപശകുനം. അത് തന്നെ. സ്പീഡി പറഞ്ഞു നോക്കിയപ്പോ അപകർഷണായതാ. സിഹിമോളെ, നീ ഇങ്ങനെ ക്യൂട്ടായി സംസാരിച്ചുണ്ടല്ലോ, അപശകുനം പോലും ശുഭശകുനായി മാറിപ്പോ. മേമ, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ആരതി എടുത്തോളൂ. എന്റെ വീട്ടിലെ അപശകുനും ദുഷ്ടദൃഷ്ടിയും എല്ലാം നീയാണ് സിഹി. നീ ഇല്ലാതായാലേ എനിക്ക് സമാധാനാവൂ. സിഹിമോളെ, എന്തേത്, ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ടല്ലോ. സിഹി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നോണ്ടാ. ക്യൂട്ടേച്ചി, ഇത്ര വെറൈറ്റി ഫുഡൊക്കെ എനിക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയേ? ഇതെല്ലാം നിനക്കുള്ളതാ. നിനക്ക് വേണ്ടതൊക്കെ എടുത്ത് കഴിച്ചോ. ഗൊജോലൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ സീത ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ അറിയാത്തോണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. ഇതൊക്കെ കാണുമ്പോ എന്ത് സന്തോഷാണെന്ന് അറിയോ? ശ്യാമങ്കളുടെ വീട്ടിന്ന് വെറും ബ്രെഡും ജാമും മാത്രമേ തരാറ്. ഈ വീടും നിങ്ങൾ ഉണ്ടാക്കി തരുന്ന
ഭക്ഷണവും എല്ലാരും എനിക്ക് ഇഷ്ടമാ. ഇത് എന്റെ വീടല്ല, എന്റെ പാലസാ. ഇത് നിന്റെ കൊട്ടാരമാ. ഇവിടുത്തെ യുവറാണി നീ തന്നെയാണ്. യുവറാണി എന്ന് പറഞ്ഞ പ്രിൻസസാ? അതെ മോളെ, നീയാ ഇന്ന് പ്രിൻസസ്. എനിക്ക് പക്ഷേ എന്റെ സീതമ്മേ പ്രിൻസസ്. ഞാനല്ല, നീ തന്നെയാ പ്രിൻസസ്. സിഹി, നീ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ അനിയുണ്ടല്ലോ ശരിക്കും ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. ഇപ്പൊ നോക്ക്, അവന്റെ മുഖത്ത് എന്ത് സന്തോഷമാന്ന്. ആണോ അനി? ഞാൻ വന്നപ്പോ നീ ഹാപ്പി ആയോ? ഒരുപാട് ഒരുപാട് ഹാപ്പി. നീ വീട്ടിലില്ലെങ്കിലേ ഇവിടെ ബോറടിക്കും. നോക്കുമോളെ സീത, ഈ നിന്റെ മകള് വീട്ടിലില്ലെങ്കിൽ ഈ വയസ്സം മുതൽ ഈ അനിമോൻ വരെ ഈ വീട്ടിലുള്ള ഒരാൾക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല. ഇങ്ങനൊരു കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടാ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും മോളെ? അച്ഛാ, ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നേ? സിഹിയെ നമുക്കിനി നഷ്ടപ്പെടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ ഗ്യാരണ്ടി എനിക്കുണ്ട് അച്ഛാ. എനിക്കും ആ ഗ്യാരണ്ടി ഉണ്ട് ബഡ്ഡി ബംഗാരി അമ്മ ആന്റി. സീതമ്മ, നിങ്ങൾ എന്തിനാ കരയുന്നേ? ഇനി ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല. അമ്മ സീതമ്മ, വന്നല്ലോ ഞാനിവിടെ നമ്മുടെ സുന്ദര പാലസിൽ. അമ്മ സീതമ്മ. ചെറുപോവാലിക്കുരുവി പൂന്തേൻ തേടി വരും. ചെറുപോവാലിക്കുരുവി പയ്യെ പയ്യെ വന്നിത്തൊടിയിലെ പൂവിലിരിക്കാമോ? ആരും കാണാമേടുകൾ കാണാൻ എന്നെയും കൂട്ടാമോ? കൊണുങ്ങി കൊണുങ്ങി ഒഴുകും പുഴപാടും പാട്ടുണ്ടോ? തഴുകി തഴുകി മയക്കും കുളിരീറൻ കാറ്റുണ്ടോ? കൊണുങ്ങി കൊണുങ്ങി ഒഴുകും പുഴപാടും പാട്ടുണ്ടോ? തഴുകി തഴുകി മയക്കും കുളിരീറൻ കാറ്റുണ്ടോ? പൂവാലിക്കുരുവി, ചെറുപൂവാലിക്കുരുവി പൂന്തേൻ തേടി വരും. ചെറുപൂവാലിക്കുരുവി. കുഞ്ഞിച്ചിറകാൽ പാറി പറന്നേ പോകെ നോക്കി നിന്നോ ഞാൻ കൂടെ പറവാൻ. നാളമെന്നി നിന്നോ നീ ഇവിടത്തെ യുവറാണി. നീ ഇത് നിന്റെ കൊട്ടാരാണോ? പതുക്കെ കത്തി എരിയുന്നൊരു മെഴുകുതിരിയാണ് നീ. കത്തുന്നിടത്തോളം നീ കത്തിത്തീര്. അങ്ങനെ നെയിൽ കട്ടിങ് കഴിഞ്ഞു. ഇനി ഒരു നെയിൽ പോളിഷും കൂടെ കഴിഞ്ഞാ നഖം അങ്ങനെ വെട്ടിത്തിളങ്ങും. സിഹി, തല താഴ്ത്തല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് നോക്ക്. അനി, നീ എന്താ മിണ്ടാതിരിക്കുന്നേ? ആ കഥ പിന്നെ എന്തായിന്ന് പറ. മുയല് നേരെ സിംഹത്തിന്റെ അടുത്തേക്ക് പോവും. അപ്പോ സിംഹം ചോദിക്കും, എന്താ ലേറ്റ് ആയത്? എനിക്ക് നിന്നെ കഴിക്കണം, ഞാനിവിടെ വിശന്ന് വലഞ്ഞ് നിൽക്കുവാണെന്ന്. അപ്പൊ
മുയല് പറയും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാനൊരു കിണറ് കണ്ടു, ആ കിണറ്റില് മറ്റൊരു സിംഹം ഉണ്ടെന്ന്. ഇതാരാ ഇത്? നമ്മുടെ മഹാറാണിയാണോ? നേരത്തെ യുവറാണി എന്നല്ലേ പറഞ്ഞത് ക്യൂട്ടേച്ചി? ഇപ്പൊ മഹാറാണി ആയോ? മഹാറാണിയും യുവറാണിയും ഈ വീട്ടിലെ എല്ലാ റാണിയും നീയാ. ഞാൻ മാത്രമല്ല, നീ ഒന്ന് വിളിച്ചു നോക്ക്. ഭാർഗവി ചേച്ചിയോ വിശ്വൻ ചേട്ടനോ, എന്തിനു പറയുന്നു മുത്തശ്ശനോ, നീ ഒന്ന് വിളിച്ച എന്താന്നറിയാൻ ഓടി വരും ഇങ്ങോട്ട്. എന്നെ അങ്ങനെ നോക്കാൻ ആരും വേണ്ട. ഞാനൊരു ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ എല്ലാവരെയും ഞാൻ തന്നെ നോക്കിക്കോളാം. മിടുക്കി കുട്ടിയാ. അനി, എന്നിട്ട് കഥയിൽ എന്താ ഉണ്ടായെന്ന് പറ. എന്നിട്ടൊന്നുമില്ല. ആ സിംഹം കിണറ്റിൽ അതിന്റെ തന്നെ റിഫ്ലക്ഷൻ കണ്ടിട്ട് മറ്റൊരു സിംഹം ഉണ്ടെന്ന് കരുതി അതിനെ കൊല്ലാൻ വേണ്ടി കിണറ്റിലേക്ക് ചാടിയിട്ട് അതിൽ വീണ് മരിച്ചു പോവും. എന്നിട്ട് മുയൽ ഹാപ്പി ആയിട്ട് കാട്ടിലേക്ക് പോവും. മുയൽ അത്ര ഇന്റലിജന്റ് ആണല്ലേ അനി? നിന്നെ പോലെ തന്നെ ഇന്റലിജന്റാ. സിഹി, ഇതിന്ന് എന്താ മനസ്സിലായെന്ന് പറ. നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നം വന്നാലും അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ മുയൽ അത്ര വലിയ സിംഹത്തെ തോൽപ്പിച്ച കഥ കേട്ടില്ലേ നീ? ശരിയാണല്ലേ? ഭാർഗവി, സുഖാണോ നിനക്ക്? നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നെ? ഇത്ര വർഷം ഞാൻ എങ്ങോട്ട് പോയെന്നാണോ? ഞാൻ നിന്റെ ഉള്ളിലുണ്ട്. പിന്നെ നിന്റെ തോൽവികളും മാല പോലെ തുടങ്ങിയല്ലേ? ഏതോ ഒരു ചെറിയ മുയല് ഒരു വലിയ സിംഹത്തെ തോൽപ്പിച്ചത്ര. അതുപോലെയുണ്ട് നിന്റെ കഥ. ആ കൊച്ചുമുയല് നിന്നെ അങ്ങ് വട്ടം കറക്കുന്നുണ്ടല്ലോ ഭാർഗവി. എന്താ ഇങ്ങനെ നോക്കുന്നത്? അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലേ നിനക്ക്? നീ സ്നേഹിച്ച ഇന്ദ്രനെ എന്നാ വാണി സ്വന്തമാക്കിയോ അന്നേ നിന്റെ തോൽവി തുടങ്ങിയതാ. അത് കഴിഞ്ഞ് ഓരോന്നോരോന്നായി ആ വാണി സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. അതും നിന്റെ തോൽവിയാണ് ഭാർഗവി. തോൽപ്പിക്കുന്നവരില്ല എങ്കിൽ പിന്നെ തോൽവി എങ്ങനെ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ആ വാണിയെ നീ അങ്ങ് കൊന്നുകളഞ്ഞു. അവളുടെ പുറകെ നിന്റെ ഇന്ദ്രനും അങ്ങോട്ട് പോയി. അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിന്റെ മടിയില് ശ്രീരാമചന്ദ്രൻ വന്ന് വീണു. അവന് നിന്നെ കൈക്കുമ്പിളിൽ പിടിച്ച എല്ലാം നിനക്ക് സ്വന്തമാക്കാമെന്ന് വിചാരിച്ച് അവന് നിന്റെ വരുതിയിലാക്കാമെന്ന് വിചാരിച്ചു. അവിടെ നീ തോറ്റുപോയല്ലേ? ആസ്തിയെല്ലാം ആ രാമന്റെ പേരിലായി. ഇന്നിപ്പോ ശ്രീരാമന്റെ കൂടെ നിൽക്കാൻ സീത വന്നിട്ടുണ്ട്. അവൾ ഒറ്റയ്ക്ക് വന്നതല്ല, അവളുടെ കൂടെ ഒരു വാല് പോലെ അവളുടെ മകളും വന്നിട്ടുണ്ട്. ആ മകള് നിനക്ക് വെറും ഒരു വാലല്ല, നിന്റെ കഴുത്തിൽ ചുറ്റുന്ന കാലന്റെ കയറാണ്. കരുതുന്നത് ഇത് നിന്റെ തോൽവിയാണ് ഭാർഗവി. ഇതും നിന്റെ തോൽവിയാണ്. ഇനിയും നീ തോൽക്കില്ലെന്ന് കരുതി നിൽക്കുവാണല്ലേ? വിഡ്ഢി, എല്ലാ ശ്രമങ്ങളിലും എല്ലാ തവണയും നീ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഭാർഗവി. ഇനിയും നീ തോൽക്കുമെന്നുള്ളത് ഉറപ്പാ. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നീ എങ്ങനെയായിരുന്നു? ഇപ്പൊ നിന്റെ അവസ്ഥ എന്താണ്? എന്താ നിന്റെ അവസ്ഥ ഇപ്പോ?
മഹാറാണിയാണെന്നോ? ഏ, നീ ജനിച്ചിട്ടേ ഇല്ലെന്ന് ഞാൻ കരുതിക്കോളാം. ബഡ്ഡി ബംഗാരി അമ്മ ആന്റി. സീതമ്മ. സിഹി, സീതമ്മ. 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 എന്താ സിഹി? എനിക്ക് സീതമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. സീതമ്മ, അത് ബഡ്ഡി ബംഗാരി അമ്മാന്റെ പറയുമായിരുന്നു. ജനിച്ചിട്ട് ആര് ജനിച്ചു? ആ, എനിക്ക് മനസ്സിലായി. ജന്മദിനാന്നല്ല പറഞ്ഞത്. സീതയുടെ ജന്മദിനം അടുത്ത് തന്നെ ഉണ്ടെന്ന്, അങ്ങനെയല്ലേ? അല്ല 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 അല്ലല്ല വേറെ എന്തോ ആണ്. എന്ത് ജനിച്ചു? എന്താ നീ പറയുന്നത്? തെളിച്ചു പറ. അത് എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല സീതമ്മ. സിഹി, എന്താ സിഹിമോളെ ഇത്? ഞാൻ സീതമ്മയുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യാന്ന് വെച്ചപ്പോ നീ വന്നതെല്ലാം കൊളമാക്കിയല്ലോ. നീ ജനിച്ചപ്പോ തൊട്ട് സെലിബ്രേറ്റ് ചെയ്യാത്ത പോലെ ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചപ്പോ എല്ലാം ഒന്ന് കൊളമാക്കിയല്ലോടി. ശരി, സാരമില്ല, എല്ലാം പറഞ്ഞല്ലോ. സീതമ്മയുടെ ബർത്ത്ഡേയോ? ശരിയാണല്ലോ. എന്റെ ബർത്ത്ഡേക്ക് ഇനിയും കുറെ സമയമുണ്ട്. ബഡ്ഡി ബംഗാരി അമ്മ ആന്റി, നിങ്ങൾ നേരത്തെ വേറെ എന്തോ അല്ലേ പറഞ്ഞോണ്ടിരുന്നത്? ആ വേർഡ് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഒന്നും കൂടെ പറയൂ. സിഹി, വാ കളിക്കാൻ പോവാം. എന്നിട്ട് എനിക്ക് കുറെ ഹോംവർക്ക് ചെയ്യാനുണ്ട്. അനി, എനിക്ക് ഒരു വേർഡ് ഓർമ്മ വരുന്നില്ല. നീ ഒന്ന് നിക്ക്. വാ കളിക്കുമ്പോ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്താ സീത നിന്റെ മോളിത്? നിന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യാന്ന് വെച്ചപ്പോഴാ അവളെല്ലാം കൂടി കൊളമാക്കുന്നത്. അല്ല മോനെ രാമ, നിന്റെ ഭാര്യയുടെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ കൊടുക്കുന്നേ? മുത്തശ്ശ, എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട. എന്റെ മകളെ എനിക്ക് കിട്ടിയില്ലേ, അത് തന്നെയാ വലിയ ഗിഫ്റ്റ്. സീതയുടെ ബർത്ത്ഡേ ആവാറായെന്ന് ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു സോ മച്ച് മേമ്മ. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യാനേ. എന്നാ നീ എന്ത് സർപ്രൈസ് കൊടുക്കണം ഞാൻ പറഞ്ഞു തരട്ടെ? വേണ്ട മുത്തച്ഛ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഒന്ന് കേക്ക്, ഞാൻ കറക്റ്റായിട്ട് പറയാം. നീയേ നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സമ്മാനം അത് മുഖ്യമല്ല. നമ്മുടെ വീട്ടുകാരൊക്കെ ചേർന്ന് കൊടുക്കേണ്ട സമ്മാനമില്ല, അതാ ഇമ്പോർട്ടന്റ്. മനസ്സിലായില്ല. സീത, നീ എന്തായി തരുന്ന എന്നെയാണോ? സിഹിക്ക് നമ്മൾ കുറച്ച് പുതിയ ഫ്രോക്സ് വാങ്ങിയിരുന്നല്ലോ, അതൊക്കെ നോക്കുമായിരുന്നു. അതിലേതെങ്കിലും കളർ ഇല്ലെങ്കിൽ ആ കളറിൽ ഒരെണ്ണം വാങ്ങാന്ന് കരുതി. പക്ഷെ ഇനി വരാൻ പോകുന്ന ബർത്ത്ഡേ നിന്റെ അല്ലേ? അവൾക്ക് എന്തിനാ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നേ? മനസ്സിലായില്ലല്ലോ. എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഓ സിഹിക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം. ശരി, അങ്ങനെയാണ്. നീ ഒരു കാര്യം ചെയ്, നിന്റെ ബർത്ത്ഡേക്ക് സിക്ക് ഗിഫ്റ്റ് കൊടുത്തേക്ക്. നിനക്ക് ഗിഫ്റ്റ് തരാൻ ഞാനല്ലേ ഇവിടെ. എന്താ ഗിഫ്റ്റ് എന്ന് ചോദിക്കുന്നില്ലേ? എന്താ അത് വീടറോ? ഇത് ചതിയാ കേട്ടോ. എന്താന്ന് തുറന്നു ചോദിച്ചാ എന്താ? ശരി, എന്താ? എല്ലാം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല സീത. ചില ഗിഫ്റ്റ് ഒക്കെ നമ്മൾ കിട്ടുമ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. എന്തോ മനസ്സിലായില്ല? നോക്ക്, അത് പിന്നെ ഞാനിപ്പോ ഒരു ബട്ടർഫ്ലൈ, നീ ആണെങ്കിൽ ഒരു ഫ്ലവർ, പൂവ്. ഓക്കെ, ഈ പൂമ്പാറ്റയില്ലേ, അതെപ്പോഴും എന്തിനാ ഈ പൂവിന്റെ അടുത്തേക്ക് പോകുന്നത്? പറ, അതെന്താണെന്നോ? ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് ഈ ബട്ടർഫ്ലൈക്ക് വിശപ്പുണ്ടാവും, ശരിയല്ലേ? ഭക്ഷണം കഴിക്കണ്ടേ? സോ അങ്ങനെ ഞാനിപ്പോ നിന്റെ അടുത്തേക്ക് വരുന്നത് നിനക്കൊരു ആ പൂമ്പാറ്റ അങ്ങനെ അങ്ങ് പാറിപ്പോയി.
സിഹി, അച്ഛൻ തന്നെ പറഞ്ഞതാ സീതമ്മ. എന്തു പറഞ്ഞു? ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ അച്ഛൻ എനിക്ക് ഉമ്മ തന്നിരുന്നു. ഞാനത് അവർക്ക് തിരിച്ചു കൊടുത്തില്ല. അപ്പൊ എന്നോട് അച്ഛൻ വേഗം തിരിച്ചു തന്നോ, തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ സീതമ്മയുടെ അടുത്തുനിന്ന് ആ ഉമ്മ അവർക്കേ പിന്നെ ഉമ്മ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ അവളുടെ മുന്നിൽ നിന്ന് പറയുന്നത് എന്തിനാ? ഇതൊക്കെ അവൾ എല്ലാവരുടെ മുന്നിൽ നിന്ന് പറയും. സീതമ്മ, ഞാൻ ആരോടും പറയില്ല. സീതമ്മ, നിന്റെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടത്? എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ സീതമ്മ. നിന്റെ ബർത്ത്ഡേക്ക് നീ മകൾക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കണ്ടെന്ന് ആലോചിച്ച് നിൽക്കുമ്പോ അവളാണെങ്കിൽ അവളുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കണ്ടെന്നാ ചിന്തിക്കുന്നത്. വാട്ട് എ ക്രേസി ഫാമിലി. എനിക്ക് സത്യമായിട്ട് ഒന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, അത് തന്നെ മതി. നിങ്ങൾ രണ്ടുപേരും എന്റെ വലിയ ഗിഫ്റ്റാ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ പറഞ്ഞേ പറ്റൂ. ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് പതിയെ ആലോചിക്കാം. എനിക്കിപ്പോ ഒരുപാട് ഉത്തരവാദിത്വം ഉള്ളതാ. എല്ലാം ഞാൻ തന്നെ വേണ്ടേ നോക്കാൻ, അല്ലേ അച്ഛാ? അതെ 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 അതെ, നിനക്കിപ്പോ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നീ സീതമ്മയുടെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ കൊടുക്കണ്ടെന്ന് ആലോചിച്ചോണ്ടിരുന്നു നമ്മളെ. പോയി നന്നായിട്ട് ആലോചിച്ചിട്ട് ലേറ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കേ.